കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. തിരുവചനം നാം വായിക്കുമ്പോൾ ഒരാരംഭം ദൈവം കുറിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്, ഈ ഭൂമിക്ക്, ഈ ഭൂമിയിലുള്ള സകലത്തിൻ്റെയും ആരംഭം കുറിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ഉപയോഗിക്കുകയാണ്. കേവലം ഭൂമി സൃഷ്ടിച്ചതിന് ദൈവത്തിന് അതിമഹത്തായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇന്ന് പകൽ ഒരു വാക്കിനോടുള്ള ബന്ധത്തിൽ സംസാരിക്കട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉണ്ടാകട്ടെ എന്നുള്ള ഉച്ചാരണത്താൽ സകലത്തെയും ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തിയ ദൈവത്തിന് തൻ്റെ പ്രവൃത്തിയിൽ ഹൃദയത്തിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ പദ്ധതി ദൈവം രൂപപ്പെടുത്തുവാൻ ദൈവം അതിൻ്റെ ആരംഭങ്ങൾ കുറിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട സഹോദരി സഹോദര, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതം വല്ലാത്ത പരിവരുത്ത അന്തരീക്ഷത്തിൽ ഒരു രക്ഷയുമില്ലാതെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്ന് പോലും നിങ്ങൾ അറിയാതെ നിങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കുന്ന നിരവധി വിഷയങ്ങൾ, നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും വളരെ പ്രതീക്ഷയോടെ മറ്റുള്ളവരോട് സംസാരിച്ചിട്ടും ഒരിക്കലും അതിങ്കൽ ഒരു വിടുതലില്ല, പോരാ, അതിങ്കൽ ഒരു മറുപടി ഉണ്ടാകത്തില്ല, അത് കേവലം എൻ്റെ ഒരു സ്വപ്നം മാത്രമായിരിക്കും എന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് രൂപപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ഉദ്ദേശം വെളിപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും ഇന്നു പകലും പല വിഷയത്തിൻ്റെയും മറുപടികൾ കാതുകളിൽ കേൾക്കുന്നുണ്ട്. അബ്രഹാം വാഗ്ദത്തം ആകാശത്ത് കണ്ടു. ദൈവം പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. അത് ആ വാഗ്ദത്തം കൂടാരത്തിൻ്റെ അകത്ത് ദൈവം സംസാരിച്ചു. ആ സംസാരത്തിങ്കിൽ ഇപ്രകാരം വെളിപ്പെട്ടു, അടുത്ത സംവത്സരമാകുമ്പോൾ നീ ഒരു മകനെ അളച്ചു. എന്നാൽ ആകാശത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ അടയാളം ഭൂമിയിൽ താൻ പാർക്കുന്ന ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടും പിന്നെയും ദിവസങ്ങളും മാസങ്ങളും ഭക്തൻ കാത്തിരിക്കുകയാണ്. പലപ്പോഴും കേൾക്കപ്പെട്ട ആലോചനകൾ കൈയെത്തുന്നതിനപ്പുറമായി കണ്ണുകൾ കൊണ്ട് മാത്രം കാണുവാൻ, ഹൃദയം കൊണ്ട് മാത്രം വിശ്വസിക്കുവാൻ കഴിയുന്നത് പോലെ ദൂരത്ത് നിൽക്കുമ്പോൾ ആ കണ്ട വാഗ്ദത്തങ്ങൾ കൂടാരത്തിൻ്റെ അകത്തേക്ക് അതിൻ്റെ ചലനം ആരംഭിക്കുകയാണ്. അതുമാത്രമല്ല, അത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം അത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം ശൂന്യമായിരിക്കുമ്പോൾ, പ്രപഞ്ചമെന്ന് പോലും വിളിക്കുവാൻ ഒരു നാമം ഇല്ലാതിരിക്കുമ്പോൾ, സകല സൃഷ്ടിയും തൻ്റെ ഹിതപ്രകാരം ഉളവായി വരേണ്ടതിന്, തൻ്റെ പദ്ധതിയാൽ വെളിപ്പെട്ടു വരേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ഇല്ലായ്മയിൽ നിന്ന് ഈ ഭൂമിയെ വിളിച്ചു വരുത്തുകയാണ്. ശൂന്യമായിരുന്ന ഈ മേഖലയിലേക്ക് ഇറങ്ങി വന്ന്, അതിനൊരു പദം പറയുവാൻ എനിക്കറിഞ്ഞുകൂടാ, അവിടേക്ക് ഇറങ്ങി വന്ന് സ്വർഗം കൽപ്പിച്ചു, ആദ്യ ദിവസത്തിൽ ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ. ഇതുപോലെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരിക്കുന്ന, തരിശുഭൂമി പോലെ കിടക്കുന്ന, ഒരുപക്ഷെ ഒന്നും കാണാൻ കഴിയാത്ത അന്തരീക്ഷത്തിൽ എല്ലാവരും തള്ളപ്പെട്ട് ഒന്നും വർത്തമാനം പോലും പറയുവാൻ ആരുമില്ല എന്ന് വിധി പറയുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ ഒരാശ്വാസത്തിൻ്റെ വാചകം ചൊല്ലിത്തരുവാൻ ആരുമില്ല എന്ന് നിങ്ങൾ വിധി പറയുന്ന സമസ്ത മേഖലകൾ, എന്നെ അറിയുന്നവരാരുമില്ലല്ലോ എന്ന് ഹൃദയം കൊണ്ട് ചിന്തിച്ച് വേദനപ്പെട്ടിരിക്കുന്ന പ്രിയരെ, നിൻ്റെ സകല വിഷയത്തിൻ്റെയും പരിഹാരമായി സ്വർഗം രംഗപ്രവേശനം ചെയ്യുകയാണ്.
ആ ദൈവം ഒറ്റ വാക്കിൽ ഈ ഭൂമിയെ വിളിച്ചു വരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് പകൽ ജീവിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം എന്തുവായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തത് രൂപപ്പെടുവാൻ സമയമായി ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.